കുട്ടി വിരല് കുടിക്കുന്നത് കണ്ടില്ലേ? പാലൊന്നും തികയുന്നില്ലെന്നാണ് തോന്നുന്നത്. പാല് കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ടും കുഞ്ഞുങ്ങൾ വിരല് കുടിക്കുന്നുണ്ട്. എന്താണ് തം സക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ, ഹോമിയോപ്പതി പീഡിയാട്രീഷ്യൻ ആണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങളിൽ ഒരു 1.5-2 വയസ്സ് മുതൽ ഏകദേശം ഒരു 3-4 വയസ്സ് വരെ വിരല് കുടിക്കുന്നത് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളിൽ ഒരു ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ വരാനാണ് കുട്ടികൾക്ക് നോർമലായിട്ട് ഇങ്ങനെ ഒരു തം സക്കിംഗ് ചെറിയ കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ഒരു സെൽഫ് സൂത്തിങ് ബിഹേവിയർ ആയിട്ടാണ് ഇത് കാണുന്നത്. അതായത് ഈ 1.5-2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ അവർക്കൊരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് ഈ വിരൽ കുടിക്കുന്നത്. അത് നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട്, പല്ല് വരുന്ന ടൈമിലും കുഞ്ഞുങ്ങൾ വിരല് കൂടി കാണാറുണ്ട്. മൂന്നാമതായിട്ട്, കുഞ്ഞുങ്ങൾ ബോറടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെയധികം ഡിസ്കംഫർട്ട് ഉള്ള സമയത്ത്, സ്ട്രെസ് ഉള്ള ടൈമിലൊക്കെ ഇതുപോലെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇനി എത്ര വയസ്സിന് ശേഷമാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്? ഒരു 3-4 വയസ്സിന് ശേഷവും കുഞ്ഞുങ്ങൾ വിരല് കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായിട്ട്, കുഞ്ഞുങ്ങൾ വിരല് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, കുഞ്ഞ് ഇതുപോലെ വിരല് കുടിക്കുമ്പോൾ പല്ലിന്റെ അലൈൻമെന്റിൽ പ്രശ്നങ്ങൾ വരുന്നു, മുഖത്തിന്റെ ഘടന മാറുന്നു. അതുപോലെ ഏത് വിരലാണോ കുടിക്കുന്നത് ആ വിരലിൽ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഈ അണുക്കള് ഉള്ളിലോട്ട് കയറിയിട്ട്, നമ്മൾ വിരൽ കുടിക്കുമ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു 3-4 വയസ്സിന് ശേഷവും ഇതുപോലെ വിരൽ കുടിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു പീഡിയാട്രീഷ്യന്റെ സഹായം തേടേണ്ടതാണ്. പേരൻസിന് ചെയ്യാനുള്ളത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ പണിഷ് ചെയ്യുക അല്ലെങ്കിൽ വഴക്ക് പറയുക, ഇതൊന്നും ഒരു നല്ല മാർഗമല്ല. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അവര് കയ്യിൽ ചെറിയ ടോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. കൈ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് വെക്കുക. വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കൊരു റിവാർഡ്സ് കൊടുക്കാം. അതായത് മോള് ഇത്രയും നാള് വിരൽ കുടിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനമോ വാങ്ങിക്കൊടുക്കുക. നിങ്ങൾ ഇത് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.